Hello everyone, welcome back to my channel. English Grammar and Usage ഫോർത്ത് മൊഡ്യൂളിലെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്നുള്ള ചാപ്റ്റർ 19th ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ദ ഫോം ഓഫ് എൻ അഡ്ജക്റ്റീവ് ഈസ് ഓഫൺ ചേഞ്ച് ടു ഷോ ദ എക്സ്റ്റെൻറ്റ് ഓർ ഡിഗ്രി ഓഫ് ക്വാളിറ്റി പ്രസൻറ്റ് ഇൻ എ പേഴ്സൺ ഓർ തിങ്. ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ആ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ക്വാളിറ്റി, ആ ഒരു ക്വാളിറ്റിയുടെ ഡിഗ്രി, അളവ്, അതിൻ്റെ എക്സ്റ്റെൻറ്റ്, അതിനൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന അഡ്ജക്റ്റീവിനെ പല രീതിയിലേക്ക് മാറ്റാറുണ്ട്. ദിസ് ചേഞ്ച് ഇൻ ഫോം ടു ഷോ ദ ഡിഫറൻസ് ഇൻ ലെവൽ ഈസ് കാൾഡ് കമ്പാരിസൺ. ഒരു വസ്തു വേറൊന്നിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമാണ്, എത്രത്തോളം അതിൽ വ്യത്യാസം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിഫറൻസ് ലെവൽ കാണിക്കുന്നതിനെയാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവ്, ഈ കമ്പാരിസണിൻ്റെ ഒരു അളവ്, അതിനെയാണ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആർ യൂസ്ഡ് വെൻ വി കമ്പയർ വൺ പേഴ്സൺ ഓർ വൺ തിങ് വിത്ത് അനദർ. ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെയോ വേറൊന്നിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ യൂസ് ചെയ്യാറുള്ളത്. ഇംഗ്ലീഷിൽ 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണ് ഉള്ളത്. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രി, ദെൻ തേർഡ് ഡിഗ്രിക്ക് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയും. പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മളൊരു വേർഡ് എടുത്തു, ഓൾഡ് എന്നുള്ള വേർഡ്. അഡ്ജക്റ്റീവാണ്, ഓൾഡ് എന്നുള്ള അഡ്ജക്റ്റീവ് നമ്മളെടുത്തു. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഡിഗ്രിയുടെ ഫോമാണ് ഓൾഡ് എന്നുള്ളത്. അത് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറുമ്പോൾ ഓൾഡർ, ദെൻ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് മാറുമ്പോൾ ഓൾഡസ്റ്റ്, ദെൻ സ്ട്രോങ് എന്നുള്ളതാണെങ്കിൽ സ്ട്രോങ്ങർ, സ്ട്രോങ്ങസ്റ്റ്, ഹെൽത്തി, ഹെൽത്തിയർ, ഹെൽത്തിയസ്റ്റ്, ലവിങ്, മോർ ലവിങ്, ദെൻ മോസ്റ്റ് ലവിങ്. അങ്ങനെയാണ് അതിൻ്റെ കമ്പാരിസൺ ഡിഗ്രികൾ മാറുന്നത്. ലവിങ് എന്നുള്ളത് പോസിറ്റീവ് ഡിഗ്രി, മോർ ലവിങ് എന്നുള്ളത് കമ്പാരിറ്റീവ് ഡിഗ്രി, ദെൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആകുമ്പോൾ അത് മോസ്റ്റ് ലവിങ് എന്നായിട്ട് മാറും. ഇനി നമ്മൾ ഇങ്ങനെ പലതരത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ഉണ്ട്. നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള നൗണിൻ്റെ പലതരത്തിലുള്ള അഡ്ജക്റ്റീവ്സിനെ നമ്മൾ കാണാറുണ്ട്, പല കാറ്റഗറിയിലായിട്ടുള്ള അഡ്ജക്റ്റീവ്സ് കാണാറുണ്ട്. അപ്പോൾ അതിന് ഓരോന്നിനെ മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നോട്ട് ദീസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് അതാണ്. വെൻ എൻ അഡ്ജക്റ്റീവ് ഓഫ് 1 syllable ends in 2 consonants or in a single consonant preceded by 2 vowels er and est are added. ഒരു അഡ്ജക്റ്റീവ് 1 syllableലുള്ള ഒരു അഡ്ജക്റ്റീവ്, പക്ഷെ അത് എൻഡ് ചെയ്യുന്നത് 2 കോൺസണൻസിലായിരിക്കണം. എക്സാമ്പിളായിട്ട് ലോങ് എന്നുള്ള വേർഡ് അഡ്ജക്റ്റീവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ലോങ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സിലബിളുള്ളൂ, അതിന് നമുക്ക് ഇനി കട്ട് ചെയ്തിട്ട് വേറെ സിലബിളാക്കി മാറ്റാൻ പറ്റില്ല. ലോങ് ആ ഒരു സിലബിളിൽ ആ സിലബിളിലുള്ള അഡ്ജക്റ്റീവ് അതിൻ്റെ എൻഡ് ചെയ്യുന്നത് 2 കോൺസണൻസിലാണ്. എൻഡിങ് ആയിട്ടുള്ള 2 ലെറ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്നുള്ളതും പിന്നെ എന്നുള്ള കോൺസണൻ്റ് സൗണ്ടിലാണ് അവസാനിക്കുന്നത്. എന്നുള്ള സൗണ്ടും എന്നുള്ള കോൺസണൻ്റ് സൗണ്ട്, അപ്പോൾ 2 സൗണ്ട് വന്നു. അത്തരത്തിലായിട്ടുള്ള ഒരു അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ എ സിംഗിൾ കോൺസണൻറ്റ് പ്രസീഡഡ് ബൈ 2 വവൽസ്, ഒരു സിംഗിൾ കോൺസണൻ്റ് ആയിട്ടുള്ള ഒരേ അഡ്ജക്റ്റീവ് എടുക്കാം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻഡിങ്ങിൽ ഒരു സിംഗിൾ കോൺസണൻ്റ് ആയിരിക്കും. ടി എന്നുള്ളത്, സ്വീറ്റ് എന്നുള്ള വേർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ടി ആണ് അവിടുത്തെ സിംഗിൾ കോൺസണൻറ്റ്. പ്രസീഡഡ് ബൈ 2 വവൽസ്, അതിന് മുമ്പുള്ള വവൽ സൗണ്ട് എന്നുള്ളതാണ് ഈ എന്നുള്ള സൗണ്ട്. അപ്പോൾ 2 vowels പ്രസീഡഡ് ബൈ 2 vowels. അപ്പോൾ അതിന് നമ്മൾ മാറ്റി എഴുതുമ്പോൾ ER ആൻഡ് EST ആർ ആഡഡ്. ER ആൻഡ് EST ആണ് അവിടെ നമ്മൾ അതിന് മാറ്റം വരുത്തുക. അതുകൊണ്ടാണ് ഇവിടെ ലോങ് എന്നുള്ളത് ലോങ്ങർ, ലോങ്ങസ്റ്റ് എന്നും സ്വീറ്റ് എന്നുള്ളത് സ്വീറ്റ്, സ്വീറ്റസ്റ്റ് എന്നും മാറിയത്. ഇനി അടുത്തത് ചേഞ്ച് വരുത്തുമ്പോൾ നമ്മൾ മാറ്റം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നെക്സ്റ്റ് പോയിൻ്റാണ് വെൻ എൻ അഡ്ജക്റ്റീവ് ഓഫ് 1 syllable ends in a single consonant preceded by a short vowel. ഒരു അഡ്ജക്റ്റീവ് എടുത്തു, ആ അഡ്ജക്റ്റീവ് 1 syllable ഉള്ള ഒരു അഡ്ജക്റ്റീവാണ്. ends in a single consonant preceded by a short vowel, അവസാനിക്കുന്ന ഒരു സിംഗിൾ കോൺസണൻറ്റിലാണ്. അപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ഹോട്ട് എന്നുള്ള അഡ്ജക്റ്റീവ് എടുത്ത് നോക്കാം. ഹോട്ട് ഒരു സിലബിളാണ് ഉള്ളത്, ദെൻ എൻഡ് ചെയ്യുന്നത് ടി എന്നുള്ള സിംഗിൾ കോൺസണൻറ്റിനാണ്. പ്രസീഡഡ് ബൈ എ ഷോർട്ട് വവൽ, അത് തൊട്ട് മുമ്പുള്ള ഹോട്ട് ഒരു ഷോർട്ട് വവലാണ് ഓ എന്നുള്ള സൗണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഡ്ജക്റ്റീവും എടുക്കുമ്പോൾ നമ്മൾ അതിൽ ചേഞ്ച് വരുത്തുമ്പോൾ ദ കോൺസണൻറ്റ് ഈസ് ഡബിൾഡ് ബിഫോർ ER ആൻഡ് EST.
ഇ ആറും ഇ എസ് ടി എന്ന് നമ്മൾ ആഡ് ചെയ്യുന്നതിന് മുമ്പേ ആ ഒരു സിംഗിൾ കോൺസണൻ്റ് അവിടെ ഡബിളായിട്ട് മാറും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹോട്ട് എന്നുള്ളത് ഹോട്ടർ, അവിടെ ഡബിൾ ടി വന്നു. ദെൻ ഹോട്ടസ്റ്റിലും ഡബിൾ ടി വന്നു. അതുപോലെ ഫാറ്റ്, ഫാറ്റർ, ഫാറ്റസ്റ്റ്. ഒന്നും കൂടി പറയാം, ഒരു സിംഗിൾ സിലബിളുള്ള ഒരു അഡ്ജക്റ്റീവ്, ആ ഒരു അഡ്ജക്റ്റീവ് എൻഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ കോൺസണൻറ്റ് സൗണ്ടിലും അതിന് തൊട്ട് മുമ്പുള്ളത് ഒരു ഷോർട്ട് വവൽ സൗണ്ടും ആണെങ്കിൽ ആ ഒരു സിംഗിൾ കോൺസണൻറ്റ് സൗണ്ട് അവിടെ ഡബിൾ ആയതിനു ശേഷമാണ് നമ്മൾ ഇ ആറും ഇ എസ് ടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് നോക്കാം. വെൻ എൻ അഡ്ജക്റ്റീവ് ഓഫ് വൺ സിലബിൾ എൻഡ്സ് ഇൻ ഇ ഓൺലി ആർ ആൻഡ് എസ് ടി ആർ ആഡഡ്. ഇനി ഒരു വൺ സിലബിളുള്ള ഒരു അഡ്ജക്റ്റീവ് പക്ഷെ അത് അവസാനിക്കുന്നത് ഇയിലാണെങ്കിൽ നമ്മൾ വെറും അതിന് മാറ്റം വരുത്തുമ്പോൾ നമ്മൾ വെറും ആറും എസ് ടിയും മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അതിനുള്ള എക്സാമ്പിളാണ് ബ്രേവ്. അത് വൺ സിലബിളുള്ളതാണ്. ബ്രേവ് ഒരൊറ്റ സിലബിളുള്ളതാണ്. ദെൻ എൻഡ് ചെയ്യുന്നത് ഇ എന്നുള്ള സൗണ്ടിലാണ്. അതുകൊണ്ട് നമ്മൾ ആർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്രേവർ, എസ് ടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബ്രേവസ്റ്റ്, ദെൻ വൈസ്, വൈസർ, വൈസസ്റ്റ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ്സ് ഓഫ് ടു സിലബിൾസ് എൻഡിങ് ഇൻ ഇ ആർ, എൽ ഇ, വൈ ആൻഡ് ഒ ഡബ്ല്യു ജനറലി ഫോം ദെയർ കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഇൻ ദ സെയിം വേ ആസ് ദ അഡ്ജക്റ്റീവ്സ് ഓഫ് വൺ സിലബിൾ. നമ്മൾ ഫസ്റ്റിൽ പഠിച്ച പോയിന്റ് വൺ സിലബിൾ ഫോം ചെയ്യുമ്പോൾ അതിന് വൺ സിലബിളുള്ള അഡ്ജക്റ്റീവിൽ ഉണ്ടാവുന്ന പ്രത്യേകതകളായിരുന്നു. അതുപോലെ തന്നെയാണ് ടു സിലബിൾസ് ഉള്ള വേർഡുകൾ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്ലെവർ, അതിന് ഫസ്റ്റ് സിലബിൾ ക്ല, ദെൻ സെക്കൻഡ് സിലബിൾ വ. അങ്ങനെയാണ് സിലബിളായിട്ട് നമ്മൾ തരംതിരിക്കുക. അപ്പോൾ ഇത് ടു സിലബിളുള്ള ഒരു വേർഡാണ്. അത് എൻഡ് ചെയ്യുന്നത് ഇ ആറിലാണ്. അങ്ങനെയുള്ളത് അതിൻ്റെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഫോം ചെയ്യുമ്പോൾ വൺ സിലബിളുള്ള അഡ്ജക്റ്റീവ് എങ്ങനെയാണോ ഫോം ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഫോം ചെയ്യുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച ഓൾഡ് എന്നുള്ളത് എങ്ങനെയാണ് ഓൾഡർ, ഓൾഡസ്റ്റ് എന്നായിട്ടാണ് മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ക്ലെവർ എന്നുള്ളതും ക്ലെവറർ, ക്ലെവറസ്റ്റ്. ഇനി അതുപോലെ ഇതിൽ പറയുന്നുണ്ട് എൽ ഇയിൽ അവസാനിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് നോബിൾ, നോബ്ലർ, നോബ്ലസ്റ്റ്. വൈയിൽ അവസാനിക്കുന്നത് ഹാപ്പി, ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. ഒ ഡബ്ല്യുവിൽ അവസാനിക്കുന്നത് മെല്ലോ, മെല്ലോവർ, മെല്ലോവസ്റ്റ്. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ വൺ സിലബിളുള്ള അഡ്ജക്റ്റീവ്സിന് മാറ്റം വരുന്ന അതേപോലെ തന്നെയാണ് ടു സിലബിൾസിൽ ഉള്ള ചില വാക്കുകൾ. ആ ഒരു വാക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇ ആർ, എൽ ഇ, വൈ, ഒ ഡബ്ല്യു ഇതിലൊക്കെയാണ് അവസാനിക്കുന്നതെങ്കിൽ അതിന് ചേഞ്ച് വരിക വൺ സിലബിളുള്ള അഡ്ജക്റ്റീവ്സിന് വരുന്ന അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ലാസ്റ്റ് എൻഡിങ്ങിൽ ഇ ആർ, ഇ എസ് ടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റത്തെ പോയിന്റ്, നോട്ട് ദീസ് പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ പോയിന്റ്, വെൻ എൻ അഡ്ജക്റ്റീവ് ഓഫ് വൺ സിലബിൾ എൻഡ്സ് ഇൻ ടു കോൺസണൻസ് ഓർ ഇൻ എ സിംഗിൾ കോൺസണൻറ്റ് പ്രെസീഡഡ് ബൈ ടു വവൽസ് ഇ ആർ ആൻഡ് ഇ എസ് ടി ആർ ആഡഡ്. അതുപോലെ തന്നെയാണ് ഈ ഒരു ടു സിലബിളിൽ വരുന്ന കേസിലും വരുന്നത്. പക്ഷെ അവ എൻഡ് ചെയ്യുന്നത് ഇ ആർ, എൽ ഇ, വൈ, ഒ ഡബ്ല്യു എന്നുള്ള സൗണ്ടുകളിലായിരിക്കണം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വെൻ എൻ അഡ്ജക്റ്റീവ് ഓഫ് വൺ സിലബിൾ എൻഡ്സ് ഇൻ വൈ പ്രെസീഡഡ് ബൈ എ കോൺസണൻറ്റ് വി ചേഞ്ച് ദ വൈ ഇൻ ടു ഐ ബിഫോർ ആഡിങ് ഇ ആർ, ഇ എസ് ടി. ഒരു അഡ്ജക്റ്റീവ് വൺ സിലബിളുള്ള ഒരു അഡ്ജക്റ്റീവാണ് പക്ഷെ അത് എൻഡ് ചെയ്യുന്നത് വൈ എന്നുള്ള ലെറ്ററിലാണെങ്കിൽ അതുപോലെ അതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു കോൺസണൻറ്റ് വേണം. എക്സാമ്പിളായിട്ട് ഹാപ്പി എന്നുള്ള അഡ്ജക്റ്റീവ് എടുക്കുകയാണെങ്കിൽ എൻഡ് ചെയ്യുന്നത് വൈയിലാണ്, അതിന് തൊട്ട് മുമ്പ് പി എന്ന് പറയുന്ന കോൺസണൻറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വൈനെ ഐ ആക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇ ആറും ഇ എസ് ടിയും ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാതെ വൈയുടെ കൂടെ ഇ ആറോ ഇ എസ് ടിയോ ആഡ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യുക. അപ്പോൾ ഹാപ്പി എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഹാപ്പിയർ, ഹാപ്പിയസ്റ്റ്. അതുപോലെ മെറി എന്നുള്ളത് മെറിയർ, മെറിയസ്റ്റ് എന്നായിട്ട് മാറും. ആ ഒരു വൈ ചേഞ്ച് ചെയ്തിട്ട് ഐ ആക്കിയതിന് ശേഷമാണ് ഇ ആറും ഇ എസ് ടിയും ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റ്, ബട്ട് ഈസ് ദ ഫൈനൽ വൈ ഈസ് പ്രൊസീഡഡ് ബൈ എ വവൽ വി സിംപ്ലി ആഡ് ഇ ആർ, ഇ എസ് ടി. നേരത്തെ പറഞ്ഞു വൈയുടെ തൊട്ട് മുമ്പ് കോൺസണൻ്റ് ആണെങ്കിൽ നമ്മൾ ഐ ആക്കിയിട്ട് ഇ ആറും ഇ എസ് ടി ആക്കി മാറ്റി കൊടുക്കും. പക്ഷേ ഈ ഒരു വൈയുടെ തൊട്ട് മുന്നേ ഒരു വവൽ സൗണ്ട് ആണെങ്കിൽ എക്സാമ്പിളായിട്ട് ഗേ എന്നുള്ള വേർഡ് നോക്കുക. എൻഡ് ചെയ്യുന്നത് വൈയിലാണ്, വൺ സിലബിളുള്ള വേർഡാണ്, എൻഡ് ചെയ്യുന്നത് വൈയിലാണ്, പക്ഷെ തൊട്ട് മുമ്പുള്ള സൗണ്ട് എ എന്നുള്ള സൗണ്ടാണ്.
അപ്പോൾ അതൊരു വവ്വൽ സൗണ്ടാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ERഉം ESTയും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഗേയർ ഗേയസ്റ്റ് എന്ന് വന്നത്. അതുപോലെ ഗ്രേ ഗ്രേയർ ഗ്രേയസ്റ്റ് അങ്ങനെ വന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, അഡ്ജക്റ്റീവ്സ് ഓഫ് മോർ ദാൻ 2 syllables ആൻഡ് മെനി അഡ്ജക്റ്റീവ്സ് ഓഫ് 2 syllables ഫോം ദ കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ബൈ മീൻസ് ഓഫ് മോർ ആൻഡ് മോസ്റ്റ്. ഈ 2ൽ കൂടുതൽ സിലബിൾസ് ഉള്ള വാക്കുകൾ അല്ലെങ്കിൽ 2 syllables ഉള്ള ചില വാക്കുകൾ. ഇപ്പോൾ ഓഫുൾ എന്നുള്ള വേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 സിലബിളുള്ളൂ. ഓ ഫുൾ 2 സിലബിളുള്ളൂ. കെയർഫുൾ നോക്കുകയാണെങ്കിൽ കെയർ ഫുൾ 2 സിലബിൾ. ദെൻ ബ്യൂട്ടിഫുൾ എന്ന് നോക്കുകയാണെങ്കിൽ ബ്യൂ ടി ഫുൾ 3 സിലബിളുള്ള വാക്കാണത്. ബ്യൂ ടി ഫുൾ അത് 3 സിലബിൾ ഉണ്ട്. അങ്ങനെ 2 സിലബിൾ ഉള്ളതോ അല്ലെങ്കിൽ 2ൽ കൂടുതൽ 3 സിലബിൾ ഉള്ളതോ 2ൽ കൂടുതൽ സിലബിൾ ഉള്ളതോ ആയിട്ടുള്ള പല അഡ്ജക്റ്റീവ്സും അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് മാറുമ്പോൾ മോർ എന്നും മോസ്റ്റ് എന്നും ആഡ് ചെയ്തിട്ടാണ് മാറുക. അപ്പോൾ ഓഫുൾ എന്നുള്ളത് മോർ ഓഫുൾ മോസ്റ്റ് ഓഫുൾ. കെയർഫുൾ എന്നുള്ളത് മോർ കെയർഫുൾ മോസ്റ്റ് കെയർഫുൾ. ബ്യൂട്ടിഫുൾ എന്നുള്ളത് മോർ ബ്യൂട്ടിഫുൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക. 2 സിലബിളോ 2ൽ കൂടുതൽ സിലബിളോ ഉള്ള പല അഡ്ജക്റ്റീവ്സും മോറും മോസ്റ്റും ആഡ് ചെയ്തിട്ടാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്കും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്കും മാറുക. ഇനി ഇതാണ് നോർമൽ കേസുകൾ. ഇനി ഇത് ഇങ്ങനെയല്ലാതെ ഇറഗുലർ ആയിട്ടുള്ള കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ഡിഗ്രിയിലുള്ള കുറച്ച് അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ആ ഒരു അഡ്ജക്റ്റീവ്സാണ് ഇനി കൊടുത്തിട്ടുള്ളത്. ദ ഫോളോയിങ് അഡ്ജക്റ്റീവ്സ് ആർ കമ്പയർഡ് ഇറഗുലർലി, ദാറ്റ് ഈസ് ദർ കമ്പാരിറ്റീവ്സ് ആൻഡ് സൂപ്പർലേറ്റീവ്സ് ആർ നോട്ട് ഫോംഡ് ഫ്രം ദ പോസിറ്റീവ്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞ അഡ്ജക്റ്റീവ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അഡ്ജക്റ്റീവിൽ നിന്നാണ് അതിൻ്റെ സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ഫോം ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്നത് ആ ഒരു പോസിറ്റീവ് അഡ്ജക്റ്റീവുമായിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ അതിൽ ചേഞ്ചസ് വരുത്തിയിട്ടല്ലാതെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയും കമ്പാരിറ്റീവ് ഡിഗ്രിയും ഫോം ചെയ്യുന്ന കുറച്ച് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നോക്കാം. ഗുഡ് ദെൻ വെൽ. ഗുഡ് വെൽ എന്നുള്ള 2 അഡ്ജക്റ്റീവിൻ്റെയും കമ്പാരിറ്റീവ് ഡിഗ്രി വരുന്നത് ബെറ്റർ എന്നും സൂപ്പർലേറ്റീവ് ആകുമ്പോൾ ബെസ്റ്റ് എന്നുമാണ്. ദെൻ ബാഡ് ഇവിൽ ഇൽ എന്നുള്ളതിനെ കമ്പാരിറ്റീവിലേക്ക് മാറുമ്പോൾ ഈ 3 എണ്ണത്തിൻ്റെയും കമ്പാരിറ്റീവ് ഡിഗ്രി വേഴ്സ്, സൂപ്പർലേറ്റീവ് ആകുമ്പോൾ വേഴ്സ്റ്റ്. ദെൻ പോസിറ്റീവ് ഡിഗ്രി ലിറ്റിൽ ആണെങ്കിൽ അതിനെ കമ്പാരിറ്റീവ് ആക്കുമ്പോൾ ലെസ് ലെസ്സർ, സൂപ്പർലേറ്റീവ് ആകുമ്പോൾ ലീസ്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കൂടെ ചെറിയ ERO അല്ലെങ്കിൽ ESTയോ അല്ലെങ്കിൽ IERO അങ്ങനെ ഒന്നും ചേർത്തിട്ടല്ല ഇതിൽ മാറ്റം വരുന്നത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡാണ് വരുന്നത്. അതുകൊണ്ടാണ് ഇറഗുലർ ആയിട്ടുള്ള എന്നത് ഇതിന് പറയുന്നത്. ഇനി അതുപോലെ മച്ച് മെനി എന്നുള്ളത് കമ്പാരിറ്റീവ് ആകുമ്പോൾ മോർ ആയിട്ട് മാറും, സൂപ്പർലേറ്റീവ് ആകുമ്പോൾ മോസ്റ്റ്. ലേറ്റ് ലേറ്റർ ലാറ്റർ, ലേറ്റസ്റ്റ് ലാസ്റ്റ്. ഓൾഡ് ഓൾഡർ എന്നുള്ളതും ഉണ്ട്, ഓൾഡസ്റ്റ് എന്നുള്ളതും ഉണ്ട്. ഓൾഡിനെ നമുക്ക് എൽഡർ എന്നും പറയാം, എൽഡസ്റ്റ് എന്നും പറയാം. അപ്പോൾ ഇതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ ഫാർ ഫാദർ ഫാദസ്റ്റ്, ഫോർ ഫോമർ ഫോർമോസ്റ്റ്, ഇൻ ഇന്നർ ഇൻമോസ്റ്റ് ഇന്നർമോസ്റ്റ്, അപ്പ് അപ്പർ അപ്പ്മോസ്റ്റ് അപ്പർമോസ്റ്റ്. ഇങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരിക നോക്കാം. എക്സസൈസ് 1 പേജ് നമ്പർ 152. നമുക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു സെൻറ്റൻസിന് ഒരു ഭാഗം ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അവിടെ വരുന്ന അഡ്ജക്റ്റീവ് നമുക്ക് ബ്രാക്കറ്റായിട്ട് തരും. എന്നിട്ട് അത് അവിടെ കറക്റ്റ് ഏത് ഡിഗ്രിയിലുള്ള അഡ്ജക്റ്റീവാണ് വരിക എന്ന് നമ്മൾ നോക്കിയിട്ട് ആ ഒരു അഡ്ജക്റ്റീവിന് ചേഞ്ച് വരുത്തിയിട്ട് നമ്മളവിടെ എഴുതണം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെർ ഡോൾ ഈസ് ഡാഷ് ദാൻ യുവേഴ്സ്. എന്നിട്ട് ബ്രാക്കറ്റിൽ പ്രെറ്റി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രെറ്റി എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ ഏതോ ഒരു ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ് അവിടെ വരിക. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നിനെ കുറിച്ച് പറയുമ്പോഴാണ് പോസിറ്റീവ് അഡ്ജക്റ്റീവ് വരിക. ഹീ ഈസ് ഓൾഡ്, അദ്ദേഹം ഓൾഡാണ്. ഇനി അതുപോലെ അദ്ദേഹത്തിനെ നമ്മൾ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹീ ഈസ് ഓൾഡർ ദാൻ മീ. ഒരാളെ നമ്മളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾഡർ ആവും. ഇനി അതുപോലെ വേറെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വീട്ടിലത്തെ വ്യക്തികളെ മൊത്തം കമ്പയർ ചെയ്ത് നമ്മൾ ഈസ് ദ ഓൾഡസ്റ്റ് പേഴ്സൺ ഇൻ ദ ഹൗസ്. അപ്പോൾ അങ്ങനെയാണ് കമ്പയർ ചെയ്തിട്ടാണ് ഓൾഡറും ഓൾഡസ്റ്റും വരുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ പോസിറ്റീവ് അഡ്ജക്റ്റീവുകളും വരുന്നത്. അപ്പോൾ ഹെർ ഡോൾ ഈസ് ഡാഷ് ദാൻ യുവേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരിക്കലും പ്രെറ്റി എന്ന് വരില്ല. കാരണം ദാൻ യുവേഴ്സ്, അവളുടെ ഡോള് നിൻ്റേതിനേക്കാൾ നല്ലതാണ് എന്നാണ് പറയുന്നത്. ദാൻ യുവേഴ്സ്, അപ്പോൾ കമ്പയർ ചെയ്തിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രെറ്റി വരില്ല. അപ്പോൾ അതിന് എന്താണ് അവിടെ വരിക എന്ന് നമ്മൾ നോക്കുക. ഇവിടെ
സെക്കൻഡ് ഡിഗ്രി ആയിട്ടുള്ള കമ്പാരറ്റീവ് ഡിഗ്രിയാണ് വരിക. അതുകൊണ്ട് അവിടെ പ്രെറ്റിയർ വൈ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രെറ്റിയർ അങ്ങനെയാണ് വരിക. ഇനി അതുപോലെ ദിസ് വിൻ്റർ ഈസ് ഡാഷ് ദാൻ ദ പ്രീവിയസ് വൺ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബ്രാക്കറ്റിൽ കോൾഡ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലും മുൻപത്തേതിനേക്കാൾ ദാൻ ദ പ്രീവിയസ് വൺ, മുൻപത്തേതിനേക്കാൾ കൂടുതൽ കോൾഡ് തണുപ്പാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ് വരിക? കോൾഡർ ദാൻ ദ പ്രീവിയസ് വൺ എന്നാണ് വരിക. ഇനി അടുത്തത് സാം ഈസ് ദ ഡാഷ് ബോയ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഒരു ക്ലാസ്സിലെന്ന് പറയുമ്പോൾ ഒരുപാട് കുട്ടികളുണ്ട്, ഒന്നിനായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൽ തന്നെ ഇൻ്റലിജൻറ്റ് ബോയ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ്സിൽ തന്നെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടി എന്ന് പറയുമ്പോൾ സാം ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ബോയ് ഇൻ ദ ക്ലാസ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാറ്റുക. കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരാളായിട്ടും കമ്പയർ ചെയ്യാതെ ഒരു വ്യക്തിയുടെ ക്വാളിറ്റീനെ പറയുമ്പോൾ നമ്മളത് പോസിറ്റീവ് ഡിഗ്രി ആയിട്ടാണ് പറയുക. അതായത് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് അഡ്ജക്റ്റീവ് ഫോം ആയിരിക്കും. കോൾഡ് അല്ലെങ്കിൽ പ്രെറ്റി, ബ്യൂട്ടിഫുൾ, ഇൻ്റലിജൻറ്റ്, ഗുഡ്, പെർഫെക്റ്റ്, അങ്ങനെയുള്ള അതൊക്കെ ഫസ്റ്റ് ഫോമാണ് അല്ലെങ്കിൽ പോസിറ്റീവ് ഫോമാണ്. അതിൻ്റെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു ആളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഒരാൾ സിംഗിളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറും. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഗ്രൂപ്പായിട്ടുള്ള എന്തിനെങ്കിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സാം ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ബോയ് ഇൻ ദ ക്ലാസ് എന്ന് വന്നത്. അല്ലെങ്കിൽ അത് വരേണ്ടത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ മോർ ഇൻ്റലിജൻറ്റ് ബോയ് എന്നാണ് വരിക. പക്ഷേ ഇവിടെ ഗ്രൂപ്പിനായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് അവിടെ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് എന്ന് വന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. എക്സസൈസ് 2 നോക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസേഴ്സ് ടെസ്റ്റിൻ്റെ ബാക്കിലുണ്ട്. എക്സസൈസ് 2 നോക്കാം. കൺവേർട്ട് ദ സെൻറ്റൻസ് ഇൻ ടു ദോസ് ഡിഗ്രീസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ട് ആ ഒരു സെൻറ്റൻസുകൾ നമ്മളോട് ബ്രാക്കറ്റിൽ അതിനെ ഏതെങ്കിലും ഒരു ഡിഗ്രിയിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ഡിഗ്രിയിലേക്ക് നമ്മളോട് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം. വെരി ഫ്യൂ ബോയ്സ് ആർ ഇൻഡസ്ട്രിയസ് ആസ് വില്യം. വളരെ കുറച്ച് കുട്ടികളാണ് ഈ വില്യമിൻ്റെ പോലെ അത്ര ഇൻഡസ്ട്രിയസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇത് തന്നിട്ടുള്ള സെൻറ്റൻസ് ഇതിനെ നമ്മളോട് കമ്പാരിറ്റീവ് ഡിഗ്രിയേക്ക് മാറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയസ് എന്നുള്ള വേർഡിനെയാണ്, അതാണ് കമ്പയർ ചെയ്തിട്ട് വരുന്ന വേർഡ്. അപ്പോൾ അതിന് ഇൻഡസ്ട്രിയസ് എന്നുള്ളതിനെ കമ്പാരിറ്റീവിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക? ഈ ഒരു വാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര സിലബിൾ ഉണ്ട്? ഇൻഡസ്ട്രിയസ് എന്ന് പറഞ്ഞിട്ട് രണ്ടിൽ കൂടുതൽ സിലബിൾ ഉണ്ട്. അപ്പോൾ രണ്ടിൽ കൂടുതൽ സിലബിൾ ഉള്ളത് മോർ, മോസ്റ്റ് അങ്ങനെയാണ് മാറുക. കമ്പാരിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറ്റാൻ ഉള്ളതുകൊണ്ട് മോർ ഇൻഡസ്ട്രിയസ് എന്നാവും. ഇനി മോർ ഇൻഡസ്ട്രിയസ് എന്നാവുമ്പോൾ നമ്മൾ വില്യമിനെ നമ്മൾ ആദ്യം എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ആളുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോർ എന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഒരു സബ്ജക്റ്റ് നമ്മൾ ആദ്യം എടുക്കും. ദെൻ വില്യം ഈസ് മോർ ഇൻഡസ്ട്രിയസ് ദാൻ മെനി ബോയ്സ് അല്ലെങ്കിൽ മോസ്റ്റ് ബോയ്സ് എന്നാണ് വരിക. അവിടെ അങ്ങനെ വരാനുള്ള കാരണം എന്താണ്? ഫ്യൂ എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റാണ് മെനി അല്ലെങ്കിൽ മോസ്റ്റ് എന്നുള്ളത്. വെരി ഫ്യൂ എന്ന് തന്നതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ എടുക്കുക, മെനി എന്നുള്ളതും മോസ്റ്റ് എന്നുള്ളതും. അപ്പോൾ വില്യം ഈസ് മോർ ഇൻഡസ്ട്രിയസ് ദാൻ മെനി ബോയ്സ് അല്ലെങ്കിൽ മോസ്റ്റ് അതർ ബോയ്സ് എന്നാണ് വരിക. വെരി ഫ്യൂ ബോയ്സ് എന്ന് വന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് മാറ്റാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്, അത്ര എളുപ്പമൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇത് കുറേ ചെയ്ത് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് എക്സസൈസ് ഉള്ളത് ഫുള്ള് നിങ്ങൾ ചെയ്ത് നോക്കാം. ഇനി അതുപോലെ ഒലിവർ ഈസ് ദ ഫാറ്റസ്റ്റ് ബോയ് ഇൻ ദ ഫാമിലി. അതിന് നമ്മളോട് പോസിറ്റീവ് ആക്കി മാറ്റാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നിട്ടുള്ളത് ഫാറ്റസ്റ്റ്, അത് ഏത് ഫോമാണ്? സൂപ്പർലേറ്റീവ് ഫോമിലാണ്. ആൻഡ് ഒലിവർ ഈസ് ദ ഫാറ്റസ്റ്റ് ബോയ് ഇൻ ദ ഫാമിലി, ഒരു ഫാമിലിയിലായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഫോമിലാണ്. ദെൻ ഫാറ്റസ്റ്റ് എന്നുള്ളതും സൂപ്പർലേറ്റീവിലാണ്. അത് നമ്മളോട് പോസിറ്റീവ് ആക്കി മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ പോസിറ്റീവ് എന്നാക്കി മാറ്റുമ്പോൾ ഫാറ്റ് എന്നായിട്ടാണ് മാറുക. ഫാമിലിയിൽ ഒലിവറാണ് ഏറ്റവും കൂടുതൽ ഫാറ്റസ്റ്റ് ആയിട്ടുള്ള ബോയ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ തിരിച്ച് മാറ്റുമ്പോൾ, പോസിറ്റീവിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ മീനിങ് എന്തായിരിക്കും വരിക? ഒലിവിനേക്കാളും ഫാറ്റായിട്ട് ആ ഒരു ഫാമിലിയിൽ വേറെ ആരുമില്ല. അങ്ങനെയാണ് അതിനെ നമ്മൾ നേരെ തിരിച്ച് പറയുമ്പോൾ കൊണ്ടുവരിക. അപ്പോൾ അത് നമ്മൾ ഇംഗ്ലീഷിലേക്കുമ്പോൾ ഒലിവിനേക്കാളും ഫാറ്റായിട്ട് വേറെ ബോയ് ആ ഒരു ഫാമിലി ഇല്ല എന്ന് പറയുമ്പോൾ നോ അതർ ബോയ് ഇൻ ദ ഫാമിലി ഈസ് ആസ് ഫാറ്റ് ആസ് ഒലിവർ.
നോ അതർ ബോയ് ഇൻ ദ ഫാമിലി ഈസ് ആസ് ഫാറ്റ് ആസ് ഒലിവർ. അങ്ങനെയാണ് മാറ്റുക. ഇനി തേർഡ് സെൻറ്റൻസ് നോക്കുക. നോ മാൻ വാസ് ആസ് സ്ട്രോങ് ആസ് ബെൻജി. ഇതിനെ നമ്മളോട് കമ്പാരിറ്റീവിലേക്ക് മാറ്റാനാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞത് കമ്പാരിറ്റീവിൽ തന്നിട്ട് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവിൽ തന്നിട്ട് പോസിറ്റീവിലേക്ക് മാറ്റാൻ. ഇതിൽ തന്നിട്ടുള്ളത് പോസിറ്റീവിൽ തന്നിട്ട് നമ്മളോട് കമ്പാരിറ്റീവിലേക്ക് മാറ്റാനാണ്. അപ്പോൾ നോ മാൻ വാസ് ആസ് സ്ട്രോങ് ആസ് ബെൻജി. ഇതിൽ സ്ട്രോങ് എന്നുള്ളതാണ് അവിടുത്തെ അഡ്ജക്റ്റീവ്. കമ്പാരിറ്റീവിലേക്ക് മാറ്റുമ്പോൾ സ്ട്രോങ്ങർ എന്നാണ് മാറുക. അപ്പോൾ അതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് നോക്കുക. ബെൻജിയുടെ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരെക്കാളും സ്ട്രോങ് ആണ് ബെൻജി എന്നാണ് അതിനെ നമ്മൾ തിരിച്ച് പറയുമ്പോൾ പറയാം. അപ്പോൾ അങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? ബെൻജി ഈസ് കമ്പാരിറ്റീവിലേക്ക് മാറ്റുമ്പോൾ സ്ട്രോങ് എന്നുള്ളത് സ്ട്രോങ്ങർ ആവും. സ്ട്രോങ്ങർ ദാൻ എനി അതർ മെൻ അല്ലെങ്കിൽ സ്ട്രോങ്ങർ ദാൻ അതർ മെൻ. അങ്ങനെയാണ് ഇതിനെ മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ സെൻറ്റൻസുകളും നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. കാരണം ഏതൊരു മീനിങ്ങിലേക്കാണ് അത് മാറ്റേണ്ടത് എന്ന് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറേ ചെയ്ത് നോക്കണം. ആൻസേഴ്സ് ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.